നിങ്ങൾ എന്തുകൊണ്ടാണ് പോർച്ചുഗലിനെ കുറ്റം പറയുന്നത്? വിശദീകരണം താ. വിശദീകരിക്കാൻ എന്തിനിരിക്കാണ് മൊണ്ണക്കളി? സൂയി എണ്ണന്റെ കയ്യിൽ ബോൾ കിട്ടിയില്ല, ഇല്ലെങ്കിൽ കാണായിരുന്നു. കിട്ടാത്തോണ്ട് സമനിലയായി, അല്ലെങ്കിൽ കളി തോറ്റേന്. എന്തുകൊണ്ടാണ് ഓഫ് സൈഡ് ഗോൾ അടിച്ചപ്പോ അർജന്റീനയ്ക്ക് ഗോൾ കൊടുത്തെന്നുള്ളത് നാട്ടിലെല്ലാം പാട്ടാണ്. എങ്കിൽ ആ പാട്ടൊന്ന് പാടറായി, താളം പിടിക്കാന്ന് ഞാൻ. ദാ പാടാം. മാച്ച് റഫറി കല്യാണം കഴിച്ചിരിക്കുന്നത് മെസ്സിയുടെ അകന്തം ബന്ധത്തിലുള്ള കുഞ്ഞമ്മയുടെ വല്യമ്മയുടെ മോളെയാണ്. ചായ്വ് എങ്ങോട്ടാണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. പറങ്കിവട വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന ഇന്റർനാഷണൽ ന്യൂസ് ആയിരിക്കും. ന്യൂസ് മാത്രമല്ല, അർജന്റീന ജേഴ്സി ഇട്ട് റഫറി കല്യാണം കഴിക്കുന്ന വീഡിയോ പ്രൂഫ് ഉണ്ട്. ദാ കാണു കല്യാണ വീഡിയോ. ജമാലി മാമായിക്കൊണ്ടല്ലേ കല്യാണത്തിന്? അർജന്റീന വെച്ച് നടന്ന കല്യാണത്തിന് സദ്യേ? ഇവിടെ നെയ്മറിന്റെ കല്യാണത്തിന് കപ്പയും ചൂരക്കറിയായിരുന്നു. ഈ ഏവണില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടേനെ. എന്ത് കഷ്ടപ്പാട്, ഒരു കല്യാണ സെറ്റ് അങ്ങ് ഇടും. എന്തൊക്കെ പറഞ്ഞാലും മെസ്സി ഇപ്രാവശ്യം കപ്പടിക്കുകയാണെങ്കിൽ ഒത്തുകളി തന്നെ. അങ്ങനെ ഒത്തുകളിയാണെങ്കിൽ നിങ്ങളുടെ പോർച്ചുഗലും കോഴ മാച്ചിട്ടാണല്ലോ ഒത്തു കളിക്കുന്നത്. ഒരു ധാരണ കാണൂല. ഏത് ടീം ഒത്തു കളിച്ചാലും പോർച്ചുഗൽ ഒത്തു കളിക്കൂല. പറങ്ങിയടാ പറഞ്ഞാണ്ടി പോയി. എടെ അണ്ണന്മാരെ ലാസ്റ്റ് വേൾഡ് കപ്പാണ്. ഇപ്രാവശ്യമെങ്കിലും നിങ്ങൾ അണ്ണനെ കപ്പടിച്ചില്ലെങ്കിലേ സെവനപ്പ് ടീം അടക്കം നിങ്ങളെടുത്ത് വക്കും. ഈയിടെ ശത്രു സംഹാര പൂജ മുതൽ ദുർമന്ത്രവാദം വരെ ചെയ്തു നോക്കി, ഒന്നും അങ്ങോട്ട് ഏക്കണില്ല. കളിച്ചോണ്ടിരിക്കുമ്പോ എതിർ ടീമിലെ ആൾക്കാർക്ക് കോച്ച് വാദം പറഞ്ഞെന്ന് വരെ പ്രാർത്ഥിച്ച്. എവിടെന്ന്? അടിപൊളി. യവനെയൊക്കെ വിശ്വസിച്ച് എങ്ങനെ കൂടെ നടക്കുമെന്ന്. പറങ്കിപ്പട വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ്. പ്രിയപ്പെട്ട പറങ്കിപ്പട അംഗങ്ങളെ, ഈ പോക്കാണ് പോകുന്നെങ്കിൽ വേൾഡ് കപ്പ് പോയിട്ട് കാപ്പി കപ്പ് പോലും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് പിരിവെടുത്ത് ഫിഫ അങ്ങ് വിലക്ക് വാങ്ങിച്ചാലോ? നമ്മളെ എന്നെ കളിയും ജയിക്കും, കപ്പും കൊണ്ടുപോകും. ഫോർസ പോർച്ചുഗൽ. പൈസ പിരിച്ച് കള്ളന്മാരെ ഇറക്കി കപ്പ് മോഷ്ടിക്കുമായിരിക്കും അല്ലേ? പിരിവ് നടത്തണ കാര്യവ ഇപ്പൊ അറിഞ്ഞത്. പക്ഷെ മോഷ്ടിക്കണ കാര്യവ എങ്ങനെ അറിഞ്ഞു? നീ എവനെങ്ങാനും ഗ്രൂപ്പിലുണ്ടാ? ഇന്റർനാഷണൽ വേൾഡ് കപ്പിന്റെ കാര്യം ഇവിടെ നിക്കട്ട്, കണ്ട കപ്പിന്റെ കാര്യം എന്തിനാണ്? എപ്പോഴത്തേം പോലെ ഞാൻ തന്നെ ക്യാപ്റ്റൻ. കുഞ്ഞുനാളിൽ റൊണാൾഡോയുടെ കളി കണ്ടിട്ടാണ് ഞാൻ ഫുട്ബോൾ കളിക്കണത്. ഇപ്പൊ റൊണാൾഡോ നിന്റെ കളിയാണ് കളിക്കണം. വെറുതെ പറഞ്ഞ പോർച്ചുഗൽ കയറി വരും. ഹലോ എന്താ? ഓ ഇതാ പറഞ്ഞു, നമ്മളിതാ പറഞ്ഞു. എന്താ മെസ്സി വിരമിച്ചാ? എടാ നമ്മൾ കളിക്കുന്ന ഗ്രൗണ്ടിലെ ആരാ കുറ്റി കൊണ്ട് അടിച്ചെന്ന്? അതാരെങ്കിലും പശുവിനെ കെട്ടാൻ വേണ്ടി അടിച്ചതായിരിക്കും. എടാ അവിടെ ഏതാ ബിൽഡിംഗ് പറഞ്ഞെന്ന്? ഞാൻ ഇന്നലെ യൂട്യൂബ് നോക്കി പഠിച്ച സിസർ കട്ട് എവിടെ കാണിക്കോ എന്തോ. ബാർബർ ഷോപ്പിലെ ബാർബറിനെ കാണിക്കുന്ന സിസർ കട്ടിനി കണ്ടാൽ ചിലജ ഉള്ളത് പറഞ്ഞാൽ നമുക്കിപ്പോ സമാധാനം ഉണ്ടല്ലേ? സത്യം ഇപ്പോഴതേ ഉള്ളൂ. ഇപ്പൊ പുതിയ വള്ളികളില്ല. നീ ഞാൻ ജോലിക്ക് പോകണം. അതുപോലെ മഹേഷിനൊരു ചെറിയ ജോലിയുണ്ട്. ഇളയവനാണെങ്കിൽ ഒരു പുതിയ കോഴ്സ് എടുത്ത് പഠിക്കാണ്. ഒരു 100 വട്ടം തന്നെ. ഇങ്ങനെ അങ്ങ് പോയ ലൈഫ് ചിങ്കാലാല. ഞാനേ നമ്മളെ മഹേഷിനെ ഇപ്പോൾ ഉള്ളതിനെക്കാട്ടി നല്ലൊരു ജോലി MLA പവിത്രനടുത്ത് നമ്മളെ ശാന്ത വഴി പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യമോടി. എനിക്ക് MLA പവിത്രന്റെ ഡ്രൈവർ വാക്കൻസി തന്നിട്ടുണ്ട്. നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്ത ആള് ഉണ്ടല്ലോ, സാബു ആണ് റെക്കമെൻഡ് ചെയ്ത. ദൈവമേ, നീ എന്തുമാത്രം കരുണയുള്ളവരാണ്. എന്റെ കുടുംബത്തെ നീ അങ്ങോട്ട് ഇതുപോലെ ഒരിക്കലും കൊണ്ടുപോകരുതേ. അല്ല, ഇങ്ങനെ തന്നെ കൊണ്ടുപോണേ. ടങ് സ്ലിപ്പ് മാറ്റി കുട്ടിയുടെ ഗ്രൗണ്ട് മൊത്തം കുത്തി പറിച്ചിട്ടേക്കാണ്. ഒരു കുച്ചി, ഇരുമ്പിന്റെ കുറ്റിയായിരുന്നു. കാല് വേദന എടുക്കണേ. ആരാ നമ്മളെ ഗ്രൗണ്ടിൽ കയറി കുറ്റി അടിച്ചിട്ടാ? അത് ചോദിക്കാൻ നീ കാരണ? നമ്മളൊക്കെ നമ്മളാടാ. ആരാ? കൊച്ചേർക്കന്മാരെ കൂടുതൽ കിടന്ന് ഷോ കാണിക്കല്ലേ. പെട്ടെന്നാവട്ടെ. 50 സെന്റിൽ യൂരിയേക്കർ നിൽക്കണ. അവന്മാര് കേട്ടില്ലാന്ന് തോന്നണം. പോയില്ലേ? ഇനി പറ. വരുന്ന തലമുറയ്ക്ക് പിച്ച വെച്ച് പഠിക്കാനുള്ള ഗ്രൗണ്ടാണിത്. അവിടെ കയറി നീ കുറ്റി അടിച്ച. അപ്പൊ നീക്ക് എവിടെ നിന്നായിരിക്കും പിച്ച എടുത്ത് തുടങ്ങിയത്? കോപ്പേ, വെളച്ചിലെടുക്കല്ലേ. നീ ആര്? ഈശ്വര, ഇത് ഞാൻ ജോലി വായിച്ചു കൊടുക്കാന്ന് പറഞ്ഞ പ്രസിഡന്റ് അടുത്ത ആളായ സാബുവിന് നീ ദീർഘായുസ് കൊടുക്കണേ. ഞാൻ സാബു, ഇവിടത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്ത ആളാണ്. എങ്കിൽ നിനക്ക് തന്നെ ഇരിക്കട്ടെ. ആദ്യത്തെ എറി. അവന്റെ ഉച്ചം പുളക്കെ പൊട്ടി. സാബുവിന് വേണ്ടി മാത്രം നീ പ്രാർത്ഥിക്കാതെ നമ്മുടെ MLA പവിത്രനും കൂടെ പ്രാർത്ഥിയേ. മറന്നുപോയി. ദൈവമേ, അതുപോലെ തന്നെ MLA പവിത്രനും അവരെ കുടുംബത്തിനും ഒരു കോട്ടവും വരുത്തല്ലേ. നീ കാർത്തറ കളിക്കണമെന്നറിയാമോ? പവിത്രന്റെ അനിയനാണ് ഞാൻ. പണി കിട്ടുവേ. നീ പവിത്രന്റെ അനിയനാണെങ്കിലേ ഞാൻ ഇന്ദുചൂടിന്റെ അനിയനാണ്ടാ. പിന്നെ നീ പറഞ്ഞ പണി അത് എവിടാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, നമ്മളൊന്ന് ചെയ്തോളാം. അവന്റെ നെഞ്ചാങ്കൂട് വിലങ്ങി.
അയ്യോ ഷാബൂൺ ഉണ്ടാക്കിടക്കുന്നു ഷാബൂണ. അയ്യോ യുവമാർ ഇത്രയും പേരുണ്ടായിരുന്ന ഒളിച്ചിരിക്കായിരുന്ന ഇനിയും നല്ലൊരു മഴ പെയ്യാൻ സാധ്യത ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഒരു ഇടിയും ഒരു മിന്നലും കൂടെ വന്നിരുന്നെങ്കിൽ എന്താ നമുക്ക് കിടന്ന് ഓടണത്? ഫുട്ബോൾ എങ്ങനെയുള്ള വാമപ്പാ? വാപ്പല്ല, പുറകെ നോട്ടിക്കാനേ ആൾക്കാരുണ്ട്. ആര്? MLA പവിത്രന്റെ അനിയനും പിന്നെ ആ പ്രസിഡന്റിന്റെ കൊണാണ്ടർ സാബുവിന്റെ ആൾക്കാരും. അയ്യോമാരെ കാര്യം എടാ നിങ്ങളെ ഓട്ടിച്ചതല്ല. എനിക്ക് വേണ്ട ഇവൻ മഹേഷിനും കൂടെ ഒരു ജോലി ശരിയാക്കി തരാൻ അവന്മാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറയാൻ വേണ്ടിയായിരിക്കും. അതായിരിക്കും മണ്ടന്മാര്. ഓ അതായിരിക്കും. ഇനിയിപ്പോ ആ ജോലി കിട്ടൂല അച്ഛാ. എന്താ കാര്യം? പറയാം. അച്ഛാ നമ്മള് പോലീസിൽ കീഴടങ്ങട്ടാ. കീഴടേണ്ട ആവശ്യം വരൂലടാ. അവന്മാര് അതിനൊക്കെ മുമ്പ് നിന്നക രണ്ടെണ്ണത്തിന് ചീനിക്കടന്ന് ആയിക്കോളും. അങ്ങനെയാണെങ്കിലേ എന്നെ ഈ പറഞ്ഞ 22-ാം തീയതി വരെ എവിടെയെങ്കിലും ഒളിപ്പിക്കണം. എന്തിനെ? അർജന്റീന കളിയുണ്ട്. കളി കണ്ടതിന് ശേഷം അവന്മാർ ഇടി കൊണ്ടിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കോളാം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 23-ാം തീയതി വരെ എന്നെ ഒളിപ്പിക്കണം. എന്തിന്? പോർച്ചുഗലിന്റെ കളിയുണ്ട്. അപ്പോഴും നീ അത് കളി കാണുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കോളും. നിനക്കൊക്കെ എന്തിന്റെ കേടറാ? ജീവിതം ഒന്ന് ആസ്വദിച്ച് വരെയിരുന്നു. നമ്മൾ ജീവിതത്തിൽ ആസ്വദിച്ച് പറഞ്ഞ കാര്യം ദൈവത്തിന് പിടിച്ചില്ലെന്ന് തോന്നറി. എടാ നീക കളിക്കുന്ന ഗ്രൗണ്ടിലുണ്ടല്ല അവിടെ MLA പവിത്ര എന്തെന്നാ കോംപ്ലക്സ് പണിയാണ്. അങ്ങനെ കുറ്റിയടിക്കാൻ വന്ന. എനിക്ക് കോംപ്ലക്സിലെ ജോലി ആയിരിക്കുമല്ലേ അങ്ങനെ തരാൻ പോണ. ഇനിയിപ്പോ ജോലി ആയിരിക്കൂല, നിന്നെ വെട്ടിക്കറിയുടെ സ്മാരകം പണിയും. ഈ വേൾഡ് കപ്പ് തീർന്നവരേക്കും ഒന്ന് സബൂറാക്കാൻ പറയേച്ചാ. കബൂർ സീരിയൽ ചെന്ന് കയറി കൊടുത്തിട്ട് സബൂറാക്കാനാ. അതെ, എന്തെങ്കിലും ചെയ്യ്. എന്നായിരിക്കും. ഞാൻ MLA പോയിന്ന് കണ്ടു നോക്ക. അച്ഛാ അവിടെ പോയേ ആരെ കാലം വെച്ചിട്ടാണെങ്കിലും നമ്മളെ രക്ഷിക്കണം. എടാ നിനക്കൊക്കെ വേണ്ടി മറ്റുള്ളവരുടെ കാല് പിടിച്ചേ എന്റെ കൈ രണ്ടും തഴമ്പിച്ചടാ. തഴമ്പിച്ച സ്ഥിതിക്ക് ഇനി ഒരു 100-100 കാലം കൂടെ നമുക്ക് പിടിക്കാൻ പറ്റും. ഞാൻ എന്റെ ഗൾഫിൽ നിൽക്കണ ആങ്ങളെ വിളിച്ചെന്ന് പറഞ്ഞാലേ ഈ കാര്യം. അവൻ തന്നെ അവിടെ സൗദിയിലെ കാല് മൂടുക്ക താങ്ങിയാൻ നിൽക്കണം. അപ്പോഴാണ് അവനെ വിളിച്ച് പറയണത്. ഞാൻ ഒന്ന് ബിജുവിനെ വിളിച്ചു നോക്കട്ട്, കാര്യം എന്തെന്ന് അറിയാല്ല. അല്ലൂടെ ബിജുവേ. അണ്ണാ നിങ്ങൾ ചെറുക്കന്മാര് കാണിച്ചതാണ് റോങ്. അവന്മാരെ പൊളന്നാണ് വിട്ടേക്കണം. ജീവൻ വേണമെങ്കിലേ വീട്ടിൽ കയറി അടയിരിക്കാൻ പറയും, അല്ലെങ്കിൽ അവന്മാര് കയറി വാരും. പിന്നെ ബിജുവേ, ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയേ എന്റെ 2 ചെറുക്കന്മാരെ ഞാനെങ്കിൽ പവിത്രന്റെ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്ത് കൊടുത്താല. പിന്നെ അങ്ങ് എളുപ്പമായില്ലേ. എന്നാ മക്കളെ ഫ്ലെക്സ് അടിക്കാൻ തയ്യാറായിക്കോളി. നിങ്ങൾ എന്തായാലും വന്നൊന്ന് കണ്ടു നോക്കി. അച്ഛാ എന്ത് പറഞ്ഞു? കൈ വീണ്ടും തഴമ്പിക്കാൻ പോണ്. മുറുക്ക പിടിച്ചോളണം, നമ്മളെ വെറുതെ വിടണ വരാ. പവിത്ര അണ്ണ അല്ല പവിത്ര സാറേ, അബദ്ധം പറ്റിയതാണ്. ആർക്ക്? നിങ്ങൾക്ക് അല്ല പിള്ളേർക്ക്. ഞാൻ ഗ്രൗണ്ടിൽ കുറ്റിയടിച്ചപ്പോ നാട്ടുകാർക്കില്ലാത്ത പ്രശ്നമാണല്ലോടാ നിന്റെ 2 ചീളി ചെക്കന്മാർക്ക്. അത് പിന്നെ പ്രായത്തിന്റെ തിളപ്പും കഴപ്പും കൊഴുപ്പും എല്ലാം കൂടെ ചേർന്നപ്പം പിള്ളേര് ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടല്ലേ സാറേ. ഫുട്ബോള് കളിക്കുന്ന സ്ഥലം ആയതുകൊണ്ട് മാത്രമല്ല. അല്ലാതെ എന്തൊരു പ്രശ്നം? നിങ്ങൾ ആ ഗ്രൗണ്ടിൽ ഇപ്പൊ സ്വർണം കുഴിച്ചിട്ട് അത് തിരിച്ചെടുക്കുന്ന കാര്യമൊന്നും അവന്മാര് കണ്ടു കാണൂലല്ലോ. അപ്പോ ആ കാര്യം അവന്മാര് പറഞ്ഞ് നിനക്കറിയാം. അതിനാ ഒരു ആത്മകഥാഗതം പറഞ്ഞ. അവന്മാര് നിന്റെ അടുത്ത് വേറെ എന്തൊക്കെ പറഞ്ഞടാ? ഈയിടെയായിട്ട് വാ തുറന്ന അവന്മാര് പോർച്ചുഗീസും അർജന്റീനും മാത്രമാണ് പറയണം. സാധനം പോർച്ചുഗലിലോട്ടും അർജന്റീനയിലോട്ടും കടത്തണ കാര്യവും അവന്മാർക്കറിയാല്ലേ? ദൈവമേ, പടച്ചോനെ, ഈശോയെ, ഇതെന്തോന്നത്? ഈശോയെ നിനക്കെങ്ങനെ അറിയാം? 5 അപ്പം 5000 പേർക്ക് വീതിച്ചു കൊടുത്തവൻ, പച്ചവെള്ളം വീഞ്ഞാക്കിയവൻ. രഘു, ഉരുണ്ട് കളിക്കല്ലേ നീ. ഇടനിലക്കാരൻ ഈശോയെ എങ്ങനെ അറിയാം? ഞാൻ ഒരു മണ്ടനല്ല. പക്ഷെ ഞാൻ ഒരു മണ്ടനാണ്. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ ഇസ്രായേലിൻ നാഥനായി വാഴുന്നേ ദൈവം, സത്യമാർഗ ദൈവം. അതിലേക്കുള്ള ആള്. രഘു, നിന്റെ നാടകം നിർത്തിക്കോ. നീയാണല്ലേ നമ്മളെ ഇത്രയും കാലം ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഗ്രൗണ്ടിൽ കുഴി കുഴിച്ചപ്പോഴും നീ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഫോളോയാ? ചിലപ്പോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമത്തിലും പവിത്ര സാറിനെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അല്ലാതെ എന്റെ അപ്പോ നിനക്കൊന്നും അറിയില്ല. ഈശോയാണ്, അമ്മച്ചിയാണ് അറിഞ്ഞൂടാ. എങ്കിൽ ഞാൻ പറഞ്ഞുതരാം.
വർഷങ്ങളായിട്ട് ഞാൻ കൊള്ളയടിച്ചുകൊണ്ടിരുന്ന കുറേ വിഗ്രഹങ്ങൾ ആ ഗ്രൗണ്ടിലാണ് കൊണ്ട് കുഴിച്ചിട്ടേക്കുന്നത്. അവിടെ നിന്ന് ആ സാധനമൊക്കെ എടുത്ത് അർജന്റീനയിലേക്കും പോർച്ചുഗലിലേക്കും കയറ്റിവിടാനായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പോഴാണ് നിന്റെ 2 പരട്ട ചെറുക്കന്മാർ കൊളാക്കിയത്. ഇപ്പം ഏകദേശം കാര്യങ്ങൾ എനിക്ക് പിടികിട്ടി. നിനക്ക് ഇപ്പം കാര്യം പിടികിട്ടി. കാര്യം പിടികിട്ടിയ സ്ഥിതിക്ക് നിന്നെ അങ്ങ് തീർക്കട്ട. എന്നെ തീർത്തിട്ട് എന്തൊരു കിട്ടാൻ? വേണ്ട, നിന്നെ തീർക്കണില്ല, നിന്റെ കുടുംബത്തെ അങ്ങ് തീർത്താല. പവിത്ര, ഒരു മകന്റെ ധർമ്മമാണ് അച്ഛന്റെ യഥാവിധ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ. അതുകൊണ്ട് അവരാരും ഒന്നും ചെയ്യരുത്. എനിക്ക് വേറെ ആരുമില്ല കർമ്മങ്ങൾ ചെയ്യാൻ. ഡേ മുനിച്ചാമി, in the Regudo family, No, don't do that. രഘുവിന് ഇതിലൊരു പങ്കുമില്ല പവിത്രൻ. എല്ലാം ചെയ്തത് ഈ ഞാനാണ്. ഭാർഗവ നീ സോറിടാ. ചോറി പാരാമിലിറ്ററി, നീ ചുണ്ടൻ വെള്ളം വെച്ചോണ്ട് എന്നെ തൊഴയായിരുന്നല്ലേ? നീ എന്റെ മൂവ്മെന്റ് എല്ലാം വാച്ച് ചെയ്യുന്നല്ലടാ. ഒരു MLA തിരഞ്ഞെടുക്കുമ്പോ അവൻ ഈ നാട്ടിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടത് ഒരു ഫൗജിയുടെ ഡ്യൂട്ടിയാണ് പവിത്ര. അവന്റെ ഡ്യൂട്ടി നിന്റെ ഡ്യൂട്ടി പറഞ്ഞേ. എന്റെ ഡ്യൂട്ടി ഇപ്പൊ കഴിഞ്ഞാ. പവിത്രൻ സാറേ, എന്നെ വെറുതെ വിടണമെങ്കിലും. നിനക്കിതൊരിക്കലും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. നിന്റെ കൂടെ വേറെ ആരോ ഉണ്ട് കൂട്ടിന്. ഉണ്ട്. ഞാനുമുണ്ട്. രാമരാജ്, ഈ നാടിന് അഭിമാനമുണ്ട്. ചന്ദ്രേ, നീ കുഴിയടാ, പെട്ടെന്ന് കുഴി. ആരെങ്കിലും കാണാൻ പെട്ടെന്ന് കുഴി. രണ്ടുപേരും കൂടെ ചേർന്ന് ഈ MLA പവിത്രനങ്ങ് പൂട്ടാന്ന് വെച്ചല്ലേ? പൂട്ടും. പൂട്ടിയിരിക്കും. നീക്ക ഇനി എന്ത് ചെയ്യോടാ? നീക്കപ്പ എന്റെ വലയത്തിലാ. പൂട്ടാനെ ഞാൻ ഒരു ലോക്കെടുത്ത് തരട്ടാ. നീ ആ ഗ്രൗണ്ട് കുഴിക്കണവന്മാരെടുത്ത് ഒന്ന് വിളിച്ചു ചോദിക്ക് അവിടെ സാധനം ഉണ്ടാന്ന്. ഹലോ സാർ, നമ്മളെ വിഗ്രഹങ്ങളൊന്നും കാണാനില്ല. എന്താടാ നീ അണഞ്ഞ? എവിടെയാടാ എന്റെ വിഗ്രഹങ്ങള്? ടൂറിന് പോയി. എന്റെ പൊന്ന് പവിത്രൻ സാറേ, എവിടെ എവനെ അങ്ങ് തട്ടിയേരാ. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. എന്നാലും എന്തൊരു സന്ദ്രി, നീ മറ്റേ വലിയ വിഗ്രഹം കടത്തുന്ന ടീമായിരുന്നല്ലേ? എന്റെ ബോസിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ബോസാ? അതെ, ബോസ്, ഞങ്ങളുടെ ഉടയോൻ. എങ്കിൽ വിളിയടാ നിന്റെയൊക്കെ ഉടയോനാ. അവനെ ഉടയ്ക്കും ഞാൻ. വിളിക്കണത് എന്തിനാടാ? നിന്റെ മുമ്പിൽ നിൽക്കയല്ലേ. രഘു, നീ രഘുവല്ല, ദാസ്. രഘുദാസ്. മുനിച്ചാമി, രഘുവിന്റെ ഫാമിലിയെ തീർക്കടാ. സാർ, നീങ്ക നേരത്തെ വിളിച്ച് എന്നെ പറ്റിച്ചേച്ചി. ഇപ്പതാവത് തീർക്കട്ടാ. തീർക്കടാ. ഓ, പതുക്കെ പറ, ചെവി പോച്ചേ. അമ്മ, അച്ഛനെ ഇതുവരെ കണ്ടില്ല. തട്ടി കാണും. അച്ഛൻ ഇപ്പൊ വരുവോടാ? നിങ്ങൾക്ക് എന്തമ്മ നേരത്തെ ഒരു പേടിയില്ലാത്ത? ഇപ്പോഴാണെങ്കിൽ വീട്ടിൽ അച്ഛയില്ലാത്ത സമയമാണ്. ആ സമയത്ത് പവിത്ര നമ്മളെ കൊല്ലാൻ വേണ്ടി ആൾക്കാരെ അയച്ചാല. അയച്ചാ ജലജ, പറയൂ സെൻസായി. ഇനി ട്രാൻസ്ലേറ്റ് ചെയ്തോളൂ. രഘുവിനോടൊപ്പമുള്ള നിന്റെ ജീവിതം ഇനി അങ്ങോട്ട് കഠിനമായിരിക്കും. അതുകൊണ്ട് നീ ഇത് പഠിച്ചിരിക്കണം. എന്ത്?
രഘു, നിങ്ങൾ എന്നെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. MLA ഫണ്ടിൽ നിന്ന് ഞാൻ പൈസ എടുത്ത് നിങ്ങൾക്ക് സ്ട്രീറ്റ് ലൈറ്റ് വെച്ചുതരാം വീടിന്റെ ഫ്രണ്ടിൽ. പ്ലീസ് ഇനൊന്നും ചെയ്യരുത്. ഞങ്ങൾ ശരിക്കും ആരാണെന്ന് നിനക്കും അറിയില്ല, ഈ കാണുന്ന ആളുകൾക്കും അറിയില്ല. ജനങ്ങൾ നിന്നെ തിരഞ്ഞെടുത്തത് അവരെ സേവിക്കാനാണ്, അല്ലാതെ അവരെ സേവ് ചെയ്യാനല്ല. ഞാനിനി ചെയ്യില്ല, പ്ലീസ്. ഇനി നീ അങ്ങോട്ടൊന്നും ചെയ്യില്ല, ചെയ്യാൻ അനുവദിക്കില്ല. പാട്ടുപാടി മരിച്ച ഏക MLA, മഴയത്ത് തുണിയെടുക്കാൻ ടെറസിൽ കയറിയപ്പോ കാല് വഴുതി വീണ് മരിച്ച MLA പവിത്രൻ. അതായിരിക്കും നാളത്തെ ന്യൂസ്. തോക്കിന്റെ ഒരു ബുള്ളറ്റ് ലാഭിച്ച്. ഹലോ പവിത്രൻ, ദിസ് ഈസ് ബോറിസ് ഫ്രം പോർച്ചുഗീസ്. ദാസ്, രഘുദാസ്.